നമസ്കാരം. എല്ലാവർക്കും SP ജോബ് ഓപ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയ സ്റ്റെനോഗ്രാഫർ തസ്തികയെ പറ്റിയാണ്. ഈ വിജ്ഞാപനത്തെപ്പറ്റി വിശദമായി നോക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലും മന്ത്രാലയങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2006 സ്റ്റെനോഗ്രാഫർ ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17 ഓഗസ്റ്റ് 2024 രാത്രി 11 മണി വരെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നടത്താനാണ് SSC ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ 2006 ആണെങ്കിലും പിന്നീട് ഇത് കൂടാൻ സാധ്യതയുണ്ട്. കാറ്റഗറി തിരിച്ചുള്ള ഒഴിവുകൾ പിന്നീട് SSC വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പ്രായം കണക്കാക്കപ്പെടുന്നത് 1 ഓഗസ്റ്റ് 2024 അനുസരിച്ചാണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Cന് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് 2/8/1994 1/8/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ, അതായത് 2/8/1997 1/8/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ വയസ്സളവും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത: ഒരു അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ഉള്ള +2 കൂടാതെ സ്റ്റെനോഗ്രാഫിയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. അടുത്തത് അപേക്ഷാ ഫീസ്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ OBC വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസായി 100 രൂപ അടയ്ക്കണം. SC ST PWBD സ്ത്രീകൾ, എക്സ് സർവീസ്മെൻ എന്നീ കാറ്റഗറികൾക്ക് അപേക്ഷാ ഫീസിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രം: KKR റീജിയനിൽ ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങളാണ് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയാണ്. ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ 3 എക്സാം സിറ്റീസ് നിങ്ങൾക്ക് ചോയ്സായി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് സ്കീം ഓഫ് എക്സാമിനേഷൻ. പാർട്ട് 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പാർട്ട് 2 ജനറൽ അവെയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പാർട്ട് 3 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അങ്ങനെ 200 ക്വസ്റ്റ്യൻ 200 മാർക്കാണ്. പരീക്ഷാ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. മൾട്ടിപ്പിൾ ടൈപ്പ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ 0.25 മാർക്സ് നെഗറ്റീവായിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ വ്യക്തമായിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ടോപ്പിക്കാണ് ഓരോരോ പാർട്ടിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റിന് വിളിക്കുന്നതായിരിക്കും. അതായത് ഡിക്റ്റേഷൻ 10 മിനിറ്റ്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് Cക്കാണെന്നുണ്ടെങ്കിൽ 100 വേർഡ്സ് പെർ മിനിറ്റ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ആണെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റ്. കൂടാതെ കമ്പ്യൂട്ടറിലും ഇത് ചെയ്യണം, ട്രാൻസ്ക്രൈബ് ചെയ്യണം. ട്രാൻസ്ക്രിപ്ഷൻ ടൈം എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ഇംഗ്ലീഷിനാണെങ്കിൽ 50 മിനിറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ഹിന്ദിക്കാണെങ്കിൽ 65, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ഇംഗ്ലീഷ് 40 മിനിറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ഹിന്ദി 55 മിനിറ്റ് എന്നിങ്ങനെയായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് വേണ്ട മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 30%, OBC അല്ലെങ്കിൽ EWSന് 25%, മറ്റെല്ലാ കാറ്റഗറികൾക്കും 20%. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും സ്കിൽ ടെസ്റ്റിന് വിളിക്കുന്നതും. സ്കിൽ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളതാണ്, മാൻഡേറ്ററി ആണ്, ബട്ട് ക്വാളിഫയിങ് ഇൻ നേച്ചർ. പിന്നെ ഫൈനൽ സെലക്ഷൻ, അലോക്കേഷൻ ഓഫ് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അവർ ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രീസ് ഏതാണ് ചോയ്സ് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. www.ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ നടത്താത്തവരാണെങ്കിൽ ഈ വിജ്ഞാപനത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ നടത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ സമർപ്പിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്